السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, ബഹുമാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ തുടർത്തി സംസാരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സ്ഥിരീകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും നൽകിയതിന്റെ തെളിവുകൾ സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ തന്നെ ആയത്തുൽ കുർസി, പിന്നെ അതുപോലെ ചില ആയത്തുകൾ നമ്മളിവിടെ അതിൽ തുടർന്ന് വിശദീകരിക്കുകയുണ്ടായി. വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംലതി മാ വസഫല്ലാഹു ബിഹി നഫ്സഹു എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരണവും നിഷേധവും ഉൾപ്പെടുത്തി അള്ളാഹുവിന്റെ സിഫത്തുകളെ സ്ഥാപിച്ചതിന്റെ തെളിവുകൾ, അതിന്റെ ഭാഗമായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തിയ ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അഖീദത്തുൽ വാസിത്തിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ എടുത്തുദ്ധരിക്കുന്നു: വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമ്, അറിവ് എന്ന സിഫത്തിനെ സ്ഥിരീകരിക്കുവാൻ വേണ്ടി, ഇസ്ബാത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആയത്തിന്റെ അർത്ഥം വഇൻദഹു മഫാതിഹുൽ ഗൈബ്, ഗൈബിന്റെ അഥവാ അദൃശ്യങ്ങളുടെ മഫാതിഹ് അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു. ഇവിടെ ഗൈബിന്റെ മഫാതിഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഫാതിഹ് കൊണ്ടുള്ള ഉദ്ദേശം മിഫ്തഹ് അല്ലെങ്കിൽ മഫ്തഹ് എന്നതിന്റെ ബഹുവചനമാണ് മഫാതിഹ്. അത് അർത്ഥമാക്കുന്നതാകട്ടെ ഒന്നുകിൽ അൽ മബാദി, തുടക്കങ്ങൾ, പ്രഭവങ്ങൾ, അല്ലെങ്കിൽ ഖസായിൻ, ഖജാനകൾ, അല്ലെങ്കിൽ താക്കോലുകൾ. മഫാത്തിഹ് എന്ന അർത്ഥത്തിൽ മഫാത്തിഹ് പ്രയോഗിക്കും, താക്കോലുകൾ. അപ്പൊ വഇൻദഹു അള്ളാഹുവിന്റെ അടുക്കലാണ് മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ മിഫ്താഹുകൾ, താക്കോലുകൾ,
അല്ലെങ്കിൽ ഖജാനകൾ അല്ലെങ്കിൽ അതിന്റെ പ്രഭവങ്ങൾ. ഗൈബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞത് എന്നതാണ്. മറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗൈബ് അതൊരു ആപേക്ഷികമായിട്ടുള്ള ഒരാശയം. നിരുപാധികം മറഞ്ഞതിനെ കുറിച്ചുള്ള അറിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. സൃഷ്ടികളിലേക്ക് ഗൈബിനെ ചേർക്കുമ്പോൾ അതിന്റെ തേട്ടവും ആശയവും അനിപേക്ഷികമായിരിക്കും. ഇൻദഹു മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുമ്പോൾ മഫാത്തിഹുൽ ഗൈബി ഇൻദഹു എന്നുള്ളതാണ് മുബ്തദ ഖബർ. പക്ഷേ ഇൻദഹു എന്നുള്ള ഖബറിനെ തഖ്ദീമ് ചെയ്ത് മഫാത്തിഹുൽ ഗൈബ് എന്ന മുബ്തദയെ തഅഖീർ ചെയ്ത്. എന്തിന്? അള്ളാഹുവിന് മാത്രം ജ്ഞാനമുള്ള സംഗതിയാകുന്നു, അറിവുള്ള സംഗതിയാകുന്നു ഗൈബിന്റെ മഫാത്തിഹുകൾ, മഫ്തഹുകൾ അല്ലെങ്കിൽ മിഫ്തഹുകൾ അല്ലെങ്കിൽ മഫാത്തിഹ്, പ്രഭവം അല്ലെങ്കിൽ താക്കോൽ അല്ലെങ്കിൽ ഖജാന. ഇതാണ് മഫ്തഹ് അല്ലെങ്കിൽ മിഫ്തഹ് എന്നതിന്റെ അർത്ഥം. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന സംഗതിയാണ്. അത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കാകട്ടെ, പാപസുരക്ഷിതരായ നബിയാകട്ടെ, ആരുമേ അറിയുകയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ മഫാത്തിഹുൽ ഗൈബ്? അദൃശ്യത്തിന്റെ പ്രഭവങ്ങൾ അല്ലെങ്കിൽ അദൃശ്യത്തിന്റെ താക്കോലുകൾ അല്ലെങ്കിൽ അദൃശ്യത്തിന്റെ ഖജനാവുകൾ. അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ലാ യഅലമുഹ ഇല്ലാഹു, അള്ളാഹു മാത്രമാണ് അത് അറിയുക. ലാ യഅലമുഹ, അവ അറിയുകയില്ല, ഇല്ലാഹു, അവനല്ലാതെ. അവനല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ. ഇവിടെ ലായും ഇല്ലയും പ്രയോഗിച്ച് എന്തിനു വേണ്ടി? ഇസ്തിസ്ന കൊണ്ടുവന്നത് നഫീന് ശേഷം ഇസ്തിസ്ന വന്നാൽ ഹസറിന്റെ മാനയാണ്. അപ്പൊ ഇവിടെ മുബ്തദ ഖബർ മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു. ലായും ഇല്ലയും പറഞ്ഞു. എന്തിന്? എല്ലാം അള്ളാഹുവിന് മാത്രം ഒരു ഹസറിന്റെ മാന ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. അപ്പോ ഈ മഫാത്തിഹുൽ ഗൈബ് അത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. എന്താണ് ഈ മഫാത്തിഹുൽ ഗൈബ്? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തഫ്സീരിൽ ഇമാം ബുഖാരി ഈ ഹദീസ് നൽകിയിട്ടുണ്ട്. ഖംസുൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, 5 കാര്യങ്ങൾ അവ അള്ളാഹു മാത്രമാണ് അറിയുക, അള്ളാഹു അല്ലാതെ മറ്റാരും അവ അറിയുകയില്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 5 കാര്യങ്ങൾ ഇപ്രകാരം പാരായണം ചെയ്തു. സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തത്. എന്താണത്? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അപ്പോൾ മഫാത്തിഹുൽ ഗൈബ് 5 എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഫാത്തിഹുൽ ഗൈബിനെ വിശദീകരിച്ചു ഈ ആയത്ത് കൊണ്ട്. അതിൽ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാകുന്നു അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്. അപ്പൊ അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അത് മിഫ്താഹുൽ ഗൈബാണ്, അദൃശ്യത്തിന്റെ ഒരു താക്കോലാണ് അല്ലെങ്കിൽ ഖസനയാണ്. അള്ളാഹു അല്ലാതെ മറ്റാരും അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുൻ മലക്കിയാണ്, മലക്കായിട്ടുള്ള റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുൻ ബശരിയാണ്, മനുഷ്യനായിട്ടുള്ള റസൂലാണ്. മലക്കിയായ റസൂൽ വന്ന് ബശരിയായ റസൂലിനോട് മതസ്സാഅ, എപ്പോഴാണ് സാഅത്ത് അല്ലെങ്കിൽ അഖ്ബിരിനി അനിസ്സാ, സാഅത്തിനെ കുറിച്ച് അന്ത്യനാളിനെ കുറിച്ച് എന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, ചോദിക്കുന്നവനേക്കാൾ ചോദിക്കപ്പെടുന്നവന് അത് അറിയുകയില്ല എന്നുള്ളതാണ്. അപ്പോ സാഅത്തിനെ കുറിച്ച് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ്.
വയുനസ്സിലുൽ ഗൈസ്, ഗൈസിനെ അവൻ അവതരിപ്പിക്കുന്നു, ഇറക്കുന്നു. ഗൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം മഴയാണ്, മത്തർ എന്നുള്ളതാണ്. പക്ഷെ മത്തർ എന്ന് പ്രയോഗിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈസ് എന്നാണ് പ്രയോഗിച്ചത്. കാരണം മത്തർ എന്നുള്ള പ്രയോഗം ഗൈസ് പ്രയോഗിക്കുന്നത് പോലെ പ്രയോഗിക്കൂല. ഗൈസ് ആയാൽ അതിൽ അനുഗ്രഹവും ബർക്കത്തുമാണ്. മത്തറിൽ അനുഗ്രഹവും ബർക്കത്തും പലപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അന്ത്യനാളിന്റെ അലാമത്തായിട്ട് മഴയുണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ആ മഴന്റെ പ്രത്യേകത എന്താ? മഴന്റെ പ്രത്യേകത വരൾച്ച മാറ്റാൻ പര്യാപ്തമാകില്ല എന്നുള്ളതാണ്. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ലൈസത്തി സനതു അൻ ലാ തുംതറു ഇന്നമ സനതു അൻ തുംതറു വലാ തംബുതുൽ അർദു ഷൈഅ വലാ തുംബിതുൽ അർദു ഷൈഅ. വരൾച്ച, കാലക്കെടുതി എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതിരിക്കുക എന്നുള്ളതല്ല. പ്രത്യുത മഴ പെയ്യുകയും എന്നിട്ട് ഭൂമി യാതൊന്നും മുളപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സെനത്ത് അഥവാ വരൾച്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആകാശത്ത് നിന്ന് മത്തർ ഉണ്ടാകും, മഴ ഉണ്ടാകും. പക്ഷെ ആ മഴ കൊണ്ട് ഭൂമിയിലൊന്നും മുളക്കുകയോ ഭൂമിയിലൊന്നും കിളിർക്കുകയോ ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകുക. മനസ്സിലായി? അപ്പൊ അങ്ങനത്തേലൊക്കെ എന്ത് ചെയ്യും? മത്തർ എന്ന് പ്രയോഗിക്കും. പക്ഷെ ഗൈസ് എന്ന് പ്രയോഗിക്കുമ്പോൾ അനുഗ്രഹീതമായിട്ടുള്ള പുല്ല് മുളപ്പിക്കുന്ന, സസ്യലതാദികളെ മുളപ്പിക്കുന്ന, പിന്നെ വിളയുണ്ടാക്കുന്ന രീതിയിലുള്ള മഴക്കാണ് പിന്നെ ഗൈസ് എന്ന് പ്രയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുനസ്സിലുൽ ഗൈസ്, ഗൈസിനെ അവതരിപ്പിക്കുന്നതും അല്ലാഹു ആകുന്നു. അപ്പോ രണ്ടാമത്തെ മിഫ്താഹാണ് മഴ എപ്പോൾ പെയ്യുന്നു, എങ്ങനെ പെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവും അള്ളാഹുവിന് മാത്രമുള്ള അറിവാണ്. അത് അള്ളാഹുവിന്റെ മിഫ്താഹുൽ ഗൈബാണ്. വയഅലമു മാ ഫിൽ അർഹാം, അർഹാമിൽ ഉള്ളത് അള്ളാഹു അറിയുന്നു. അർഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ. റഹിം അതിന്റെ ബഹുവചനാണ് അർഹാം, ഗർഭപാത്രങ്ങൾ. ഗർഭപാത്രങ്ങളിൽ ഉള്ളത് യഅലമു, അള്ളാഹു അറിയുന്നു. അപ്പോ ഇൽമു മാ ഫിൽ അർഹാം, ഗർഭപാത്രങ്ങളിലുള്ളതിനെ കുറിച്ച് അറിയുക എന്നുള്ളത് മിഫ്താഹുൽ ഗൈബ്. അത് ഗൈബിന്റെ ഖസാനയാണ്, അല്ലെങ്കിൽ മിഫ്താഹാണ്, താക്കോലാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രഭവാണ്. അതും അള്ളാഹുവിന് മാത്രം അറിയുന്ന അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടതും കാര്യമാണ്. ചിലർ പറയും ശാസ്ത്രീയമായിട്ട് ആണാണ് പെണ്ണാണ് എന്നൊക്കെ ഇന്ന് ആളുകൾക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു കുട്ടി, ഗർഭസ്ഥ ശിശു, ജനീൻ, അത് പിന്നെ ഘടന, അതേപോലെ തന്നെ അതിന്റെ വളർച്ച, അതേപോലെ തന്നെ അത് വികലാംഗനാണോ അല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അത് ആണാണ് പെണ്ണാണെന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന, എന്നാൽ പടപ്പുകളെ തൊട്ടുള്ള പടപ്പുകൾക്ക് അറിയാൻ കഴിയാത്ത കുറെ കാര്യങ്ങളും സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ വഹിക്കുന്ന ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അർഹാമിലുള്ളത് അറിയുന്നവൻ അള്ളാഹു ആണ് എന്നാണ്. ശാസ്ത്രത്തിന് ഒരിക്കലും എത്തിപ്പിടിക്കാനോ അറിയാനോ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളും ഗർഭപാത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടുള്ളത്. ശാസ്ത്രം ആണാണോ പെണ്ണാണോ എന്നുള്ളത് തെളിയിക്കണം തന്നെ വളരെയധികം നാളുകൾ സമയങ്ങൾ, മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷം ശുക്ലാണു അണ്ഡത്തിൽ പ്രവേശിച്ച് ഗർഭാശയ ഭിത്തികളിലേക്ക് സിക്താണ്ഡം എത്തി ലീച്ചസിനെ പോലെ അത് അള്ളിപ്പിടിച്ച് പിന്നെ അത് രക്തപിണ്ഡമായി പരിണമിച്ച് ആ കാലഘട്ടത്തിൽ അത് ആണാണ് പെണ്ണാണെന്നുള്ളത് ശാസ്ത്രത്തിന് പറയാൻ കഴിയും. അതേപോലെ തന്നെ
ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങൾ, പിന്നീടുണ്ടാകുന്ന പരിണാമഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതായ കാര്യങ്ങൾ, അതൊക്കെ ആ സമയങ്ങളിൽ പറയാൻ ശാസ്ത്രത്തിനാവോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ ജനീനുമായി ബന്ധപ്പെട്ട്, ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് 120 ദിവസം പിന്നിടുന്ന ഗർഭസ്ഥ ശിശുവിന് അടുക്കൽ മലക്ക് വരുന്നു. അതിൽ റൂഹ് ഊതിയതിനു ശേഷം വിധി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഗർഭസ്ഥ ശിശുവിന്റെ അജൽ എന്താണ്, അമൽ എന്താണ്, റിസ്ക് എന്താണ്, ഷഖിയാണോ സഈദാണോ, അഥവാ ഉപജീവനം എന്ത്, കർമ്മങ്ങൾ എന്ത്, അതേപോലെ തന്നെ ഇത് സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അതേപോലെ തന്നെ ഇതിന്റെ ഡേറ്റ് ഓഫ് ഡെത്ത്, ഇതെന്ന് മരിക്കും, ഇക്കാര്യങ്ങളൊക്കെ ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടുള്ള ഇൽമുകളാണ്. ഇതൊക്കെ ശാസ്ത്രത്തിന് പറയാൻ കഴിയും? ഒരു ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് ഒരിക്കലുമില്ല. അതേപോലെ തന്നെ ഈ ഗർഭസ്ഥ ശിശു പുറത്തു വന്നാൽ അത് സമ്പന്നനാകുമോ, ദരിദ്രനാകുമോ, പുണ്യാളനാകുമോ, പാപിയാകുമോ, തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ എത്രയുണ്ട്. അതൊക്കെ ഒരിക്കലും ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വയഅലമു മാ ഫിൽ അർഹാം, റഹിമുകളിൽ ഉള്ളതിനെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖാസായ പ്രത്യേകമായ ഇൽമിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് മിഫ്താഹുൽ ഗൈബാണ്, അദൃശ്യത്തിന്റെ ഖസാനയാണ്. അതേപോലെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ, വമാ തദ്രി നഫ്സുൻ, യാതൊരു നഫ്സും അറിയുകയില്ല, മാദാ തക്സിബു ഗദ, എന്താണത് നാളെ പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച്. ഇത് നാലാമത്തെ അള്ളാഹുവിന്റെ മിഫ്താഹുൽ ഗൈബാണ്. ഇൽമു മാ ഫിൽ ഗദ്, നാളെയുടെ വർത്തമാനങ്ങൾ, ഭാവിയുടെ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഒരാൾക്കും അതെന്ത് എന്നുള്ളത് അറിയാൻ കഴിയുകയില്ല. ചിലര് പറയും, ഞാൻ ഇന്നോടത്തേക്ക് പോകാൻ തീരുമാനിച്ചാണ്, നാളെ ഞാൻ ഇന്നത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് ഖണ്ഡിതമായിട്ട് പറയാനോ ഉറപ്പിച്ചു പറയാനോ കഴിയില്ല. കാരണം അയാൾ ഉദ്യമിക്കുന്നതായ കാര്യം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് മറ വീഴുമോ, തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒരിക്കലും അയാൾക്ക് തീർത്തു പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിങ്കൽ പ്രത്യേകമാണ്. അതേപോലെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, ഏതൊരു ഭൂമിയിലാണ് മനുഷ്യൻ മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നഫ്സ് ഏതൊരു ഭൂമിയിൽ മരിക്കുന്നു, ഇതും അള്ളാഹുവിന്റെ മിഫ്താഹുൽ ഗൈബാണ്, ഗൈബിന്റെ മിഫ്താഹാണ്. അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു ജോലി ചെയ്യുന്ന നാട്ടിലാണോ, അതല്ല സ്വദേശത്താണോ വിദേശത്താണോ, തന്റെ മരണം എന്നുള്ളതൊന്നും ഒരാൾക്കും അറിയാൻ കഴിയാത്ത കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽപ്പെട്ട യാഥാർത്ഥ്യമാണ്. മനസ്സിലല്ലേ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ മിഫ്താഹുകൾ എന്ത് എന്നുള്ളത് വിശദീകരിച്ചു തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിൽ പറഞ്ഞ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ മിഫ്താഹുകൾ അത് അല്ലാഹുവിങ്കലാണ് എന്നുള്ളതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് ഓതിയിട്ട് വിശദീകരിച്ചു തന്നു. അത് 5 കാര്യങ്ങളാണ്. ഖംസു ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതിയിട്ട് വിശദീകരിച്ചു തന്നു. 1 ഇൽമുസ്സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്. 2 ഇൽമു നുസൂലുൽ ഗൈസ്, മഴ വർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിവ്. 3 ഇൽമു മാ ഫിൽ അർഹാം, സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ വഹിക്കുന്നത് എന്ത്. 4 ഇൽമു മാ ഫിൽ ഗദ്, നാളെയുടെ കാര്യങ്ങൾ
അറിയൽ, അതേപോലെ തന്നെ 5 ഇൽമു മക്കാനിൽ മൗത്ത്, മരണം എവിടെ എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ്. ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിട്ട് മഫാത്തിഹുൽ ഗൈബ് എന്ത് എന്നുള്ളത് വിശദീകരിച്ച് നൽകുകയുണ്ടായി. മനസ്സിലായി? ഇവിടെ ഗൈബിന്റെ പ്രഭവം എന്ന അർത്ഥം പറയുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ട്. ഇപ്പൊ ഇൽമു സാഅത്ത് ഒരു മിഫ്താഹാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളതിന്റെ ഒക്കെ മിഫ്താഹാണ് സാഅത്ത്, അന്ത്യനാൾ. മനസ്സിലായില്ലേ? അതേപോലെ അതായത് പുനർജന്മം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഗൈസ് ഒരു മിഫ്താഹാണ്. മഴ പെയ്താൽ സസ്യലതാദികൾ മുളക്കുന്നു. അതേപോലെ തന്നെ ഭൂമിയിൽ സൃഷ്ടിചരാചരങ്ങൾക്ക് ജീവിക്കുവാനും വളരുവാനും ആവശ്യമുള്ളതായ സംഗതികളൊക്കെ ഇവിടെ മുളച്ചു പൊന്തുന്നു. അപ്പൊ അതൊരു ആ നിലക്കൊരു മിഫ്താഹാണ് ഗൈസ്. അർഹാം, സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ഗർഭസ്ഥ ശിശു ഒരു വളർച്ചയുടെ പ്രഭവമാണ്, തുടക്കമാണ്. അതുകൊണ്ടാണ് മിഫ്താഹുൽ ഗൈബായിട്ട് അർഹാമിലുള്ളത് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഒമാതദ്രി നഫ്സും മാദാ തക്സിബു ഗദ, നാളെ എന്ത് സമ്പാദിക്കുന്നു. ഒരു മനുഷ്യന്റെ സമ്പാദ്യം അവന്റെ ഫ്യൂച്ചറിലേക്ക്, അവന്റെ വളർച്ചക്ക്, അവനുമായി ബന്ധപ്പെട്ടവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ടാണ് ഇവിടെ മിഫ്താഹുൽ ഗൈബായിട്ട് ഇൽമു മാഫി ഗദിനെ എണ്ണിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതൊരു സ്ഥലത്ത് മനുഷ്യന്മാർ മരിക്കുന്നു, ആ മരിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ്. അത് മിഫ്താഹുൽ ഗൈബ്, ഗൈബിന്റെ തുടക്കമാണ്, പ്രഭവമാണ് എന്ന് പറയുമ്പോൾ മരണം പരലോക ജീവിതത്തിന്റെ തുടക്കമാണ്. മരണത്തോടു കൂടി മനുഷ്യന്മാർ ആഖിറത്തിലേക്ക് കാലെടുത്ത് വെച്ച് പിന്നെ ബർസഖിലൂടെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ്. മനസ്സിലായി? അപ്പൊ മരണം പാരത്രിക ലോകത്തേക്കുള്ള തുടക്കമാണ്. അതുകൊണ്ട് അത് മിഫ്താഹുൽ ഗൈബാണ്. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അള്ളാഹുങ്കലാകുന്നു ഗൈബിന്റെ മിഫ്താഹുകൾ. ഖസാനകൾ എന്നർത്ഥം പറഞ്ഞാലും താക്കോലുകൾ എന്നർത്ഥം പറഞ്ഞാലും മബാദികൾ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തിലൂടെ അവ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻആമിലെ ആയത്തിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. വയഅലമു, അവൻ അറിയുന്നു, മാ ഫിൽ ബർരി, കരയിലുള്ളതും, വൽ ബഹരി, കടലിലുള്ളതും. കര വിശാലമായ ഒരു വേദിയാണ്. അവിടെ മൃഗങ്ങളുടെ ലോകമുണ്ട്, പ്രാണികളുടെ ലോകമുണ്ട്, പർവ്വതങ്ങളുടെ ലോകമുണ്ട്, വൃക്ഷങ്ങൾ, അതേപോലെ തന്നെ നദികൾ തുടങ്ങി മനുഷ്യർ, ജിന്നുകൾ തുടങ്ങി ധാരാളം സൃഷ്ടിചരാചരങ്ങളുണ്ട്. അവയെക്കുറിച്ചെല്ലാം അറിയുന്നവൻ അല്ലാഹു ആകുന്നു. അതേപോലെ തന്നെ കടലിൽ എന്തുണ്ട്? കടലിൽ ധാരാളം അള്ളാന്റെ സൃഷ്ടിചരാചരങ്ങളുണ്ട്. മത്സ്യങ്ങൾ, വിവിധ തരങ്ങൾ, വിവിധ കോലങ്ങൾ, അതേപോലെ തന്നെ മത്സ്യങ്ങളില്ലാത്ത ഇതര ജന്തുജാലങ്ങൾ, അതേപോലെ തന്നെ പിന്നെ മുത്തുകൾ, പവിഴങ്ങൾ തുടങ്ങി ധാരാളം പടപ്പുകൾ സമുദ്രത്തിലുണ്ട്. വെള്ളമുണ്ട്, പല രീതിയിലുള്ള വെള്ളം സമുദ്രത്തിലുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ് എന്ന സിഫത്തിനെ അള്ളാഹുവിനെ അതിലൂടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, യാതൊരു ഇലയും പൊഴിഞ്ഞു വീഴുന്നില്ല, ഇല്ലാ യഅലമുഹാ, അള്ളാഹു അത് അറിയാതെ. യാതൊരു ഇലയും എന്ന് പറഞ്ഞാൽ വലിയ വൃക്ഷങ്ങളുണ്ട്, ചെറിയ വൃക്ഷങ്ങളുണ്ട്, വള്ളികളുണ്ട്. മനസ്സിലായില്ലേ? ചെറിയ ഇലകളുണ്ട്, വലിയ ഇലകളുണ്ട്, പല കളറിലുള്ള ഇലകളുണ്ട്. അത് നാട്ടിലുണ്ട്, മേട്ടിലുണ്ട്, കാട്ടിലുണ്ട്. എവിടെ, ഏതൊരു സ്ഥലത്ത്, ഏത് രീതിയിലുള്ള ഒരു ഇലയാകട്ടെ അത് പൊഴിഞ്ഞു വീഴുന്നുവെങ്കിൽ ഇല്ലാ യഅലമുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയും. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ്, വലാ ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയുമില്ല, ഫീ ദുലുമാത്തിൽ അർദ്, ഭൂമിയിലെ ഇരുട്ടിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അന്തർഭാഗത്ത് അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു ധാന്യമണി, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത്
ഭൂമിയിൽ ഏറെ താഴ്ചയിലാകട്ടെ, അതല്ല താരതമ്യേന മുകളിലാകട്ടെ, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയത്, യാബിസ്, റത്ബ് പച്ചയായത്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇല്ലാ ഫി കിതാബിൻ മുബീൻ, മുബീനായ ഒരു കിതാബിൽ ഇല്ലാതെ ഇല്ല എന്നാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ട സാധനം എന്നാണ്. കിതാബ് മുബീൻ കൊണ്ടുള്ള ഉദ്ദേശം അൽ-ലൗഹുൽ മഹ്ഫൂദ്, സുരക്ഷിതമായിട്ടുള്ള അല്ലാഹുവിന്റെ ഫലകാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഭൂമിയുടെ ഇരുട്ടിലുള്ള അന്തർഭാഗത്തുള്ള ധാന്യമണികളാകട്ടെ, ഉണങ്ങിയതാകട്ടെ, പച്ചയാകട്ടെ, അതൊക്കെ മുബീനായ ഒരു രേഖയിലുണ്ട് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെട്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പം എങ്ങനെയാണ് അത് അള്ളാഹുവിന്റെ ഇൽമിനെ അറിയിക്കുക എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എഴുതണമെങ്കിൽ അറിവ് മുൻകടക്കേണ്ടതുണ്ട്, ഇൽമ് മുൻകടക്കേണ്ടതുണ്ട്. അറിയണ സംഗതിയാണ് എഴുതുക. അള്ളാഹുവിന് അറിവുള്ളത് കൊണ്ടാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇല്ലാഫി കിതാബി മുബീൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൽമ് എന്ന സിഫത്തിനെ ഇസ്ബാത്ത് ചെയ്യുന്നു, സ്ഥിരീകരിക്കുന്നു. അള്ളാഹ്ക്ക് അറിവുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൂലികയോട് അത് എഴുതാൻ ആജ്ഞാപിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ അറിവാണ് എഴുത്തിന് മുൻകടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇൽമ് എന്നുള്ള വിശേഷണം അള്ളാഹുവിന് ഈ പ്രയോഗത്താൽ സ്ഥാപിതമാവുകയാണ്. ഇവിടെ കിതാബുൻ മുബീൻ എന്ന് പറഞ്ഞു. മുബീൻ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് അതിനർത്ഥമുണ്ട്. കിതാബുൻ മുബീൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വ്യക്തമാക്കുന്നത്, പ്രകടമാക്കുന്നത്. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം ഉണ്ട്, കിതാബിൽ എല്ലാം ഉണ്ട്. പിന്നീട് എന്ത് ചെയ്യും? അത് വ്യക്തമാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ മുബീൻ എന്നതിന് വ്യക്തമാക്കുന്ന എന്നർത്ഥമുണ്ട്. വ്യക്തമായ എന്നും അർത്ഥമുണ്ട്. കാരണം ലാസിമായിട്ടും മുതാദിയായിട്ടും പ്രയോഗിക്കും. കിതാബ് മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രേഖ. മനസ്സിലായി? ലൗഹുൽ മഹ്ഫൂദിന്റെ വിശേഷണമായിട്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംഗതികളെയും അറിഞ്ഞതിനാൽ അള്ളാഹു അവയെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ലമ്മ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു തൂലികയെ സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഖാല ലഹു, അള്ളാഹു തൂലികയോട് പറഞ്ഞു, ഉക്തുബ്, എഴുതുക. അപ്പൊ ഖാലൽ ഖലം, തൂലിക പറഞ്ഞു, മാദാ അക്തുബ്, ഞാൻ എന്തെഴുതും? ഖാല ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും ഉണ്ടാകാൻ പോകുന്നതെല്ലാം നീ എഴുതുക എന്ന് തൂലികയോട് പറയുകയുണ്ടായി എന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ ഇൽമ്, അറിവ് എല്ലാത്തിനെയും മുൻകടന്നിരിക്കുന്നു. അത് അള്ളാഹു എഴുതാൻ ആജ്ഞാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബുൻ മുബീനിലുണ്ട് എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അറിവ് മുൻകടന്നത് കാരണത്താലാണ്. ആ പ്രയോഗം അള്ളാഹുവിന്റെ ഇൽമിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഈ ആയത്തിനെ തുടർന്ന് പിന്നെയും അള്ളാഹുവിന്റെ സിഫത്തിനെ സ്ഥാപിക്കുവാൻ, ഇൽമെന്ന സിഫത്തിനെ സ്ഥാപിക്കുവാൻ മറ്റൊരായത്ത് ഉണർത്തി. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഅ ഇല്ലാ ബിഇൽമിഹി. വമാ തഹ്മിലു മിൻ ഉൻസ, യാതൊരു സ്ത്രീയും, സ്ത്രീവർഗം മൊത്തത്തിൽ ഗർഭം ധരിക്കുന്നില്ല. വലാ തദഅ, ഗർഭം പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമിഹി, അള്ളാഹുവിന്റെ അറിവനുസരിച്ചല്ലാതെ, ഇൽമനുസരിച്ചല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് അറിയുന്നുണ്ട് അർത്ഥം. അപ്പോ ഹംലിന്റെ തുടക്കവും ഹംലിന്റെ ഒടുക്കവും, അഥവാ ഗർഭം ധരിക്കുന്നതിന്റെ തുടക്കവും അതേപോലെ തന്നെ ഗർഭം അവസാനിക്കൽ പ്രസവിക്കത്തോടു കൂടിയാണ്, ഒക്കെ അള്ളാഹുവിന്റെ അറിവനുസരിച്ചാണ് എന്നർത്ഥം. ഇവിടെ മിൻ ഉൻസ എന്ന് പ്രയോഗിച്ചു. ഒരു ഉൻസയുമില്ല, സ്ത്രീയുമില്ല. ഉൻസ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യനാകാം, അതേപോലെ തന്നെ ജന്തു വർഗങ്ങളാകാം, ആട്, മാട്, ഒട്ടകം തുടങ്ങിയിട്ടുള്ള ഏത് മൃഗങ്ങളാകട്ടെ, അവരെന്ത് വഹിക്കുന്നു ഗർഭമായിട്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അതേപോലെ തന്നെ അവരുടെ പ്രസവം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അപ്പൊ ഈ ആയത്ത് ശൈഖുൽ ഇസ്ലാം ഇവിടെ കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ള സിഫത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്ബാത്ത്, സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം തുടർത്തി പറയുകയാണ്.
ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ലിതഅലമു, നിങ്ങൾ അറിയുന്നതിന് വേണ്ടി, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും ഖദീറാണ്, കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖദ് അഹാത ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു വലയം ചെയ്തിരിക്കുന്നു. എങ്ങനെ വലയം ചെയ്തിരിക്കുന്നു? ഇൽമൻ, അള്ളാഹുവിന്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഈ ആയത്തിന്റെ അവസാന ഭാഗമാണ് കൊടുത്തത്. അതിൽ അള്ളാഹിന്റെ സിഫത്തുകളുണ്ട്. ഒന്ന്, അള്ളാഹ്ക്ക് ഖുദ്റത്ത് എന്നുള്ള സിഫത്ത്, കഴിവ്. രണ്ട്, അള്ളാഹുവിന് ഇൽമ എന്നുള്ള സിഫത്ത്. ഇൽമു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഹാത്തത്ത്, അറിവിനാൽ അള്ളാഹു എല്ലാത്തിനെയും വലയം ചെയ്ത് നിൽക്കുന്നു എന്നുള്ള അള്ളാഹുവിന്റെ ആ പ്രത്യേകത, അത് ഈ അറിയിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ആയത്ത് കൊടുത്തത്. ആയത്തിന്റെ തുടക്കം എങ്ങനെയാ? അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. സൂറത്ത് തലാഖിന്റെ അവസാനത്തെ ആയത്ത്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു. വമിനൽ അർദി മിസ്ലഹുൻ, അപ്രകാരം തന്നെ ഭൂമിയിൽ നിന്നും 7 എണ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. യതനസ്സലുൽ അംറു ബൈനഹുൻ, അവക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും കാര്യങ്ങളും ഇറങ്ങുന്നു. ലിതഅലമു, നിങ്ങൾ അറിയുന്നതിന് വേണ്ടി, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഇവിടെ അള്ളാഹു ഖദീറാണ്. അള്ളാഹു ഖുദ്റത്ത് എന്നുള്ള വിശേഷണമുണ്ട്. എന്താ ഖുദ്റത്തിന്റെ മാന? ഖുദ്റത്തിന്റെ മാന യാതൊരു അജ്സുമില്ലാതെ, അശക്തതയുമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുക, അതിനാണ് ഖുദ്റത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുന്നു, ഉള്ളതിനെ അല്ലാഹു ഇല്ലാതാക്കുന്നു. പഠിച്ച തമ്പുരാനാണ് എന്ത് ചെയ്തത്? ഈ വാനങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ചത്, ഭൂമിയെ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ചത്, സൃഷ്ടിചരാചരങ്ങളെയൊക്കെ ഇല്ലായ്മക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടത്. യാതൊരു അജ്സും അശക്തതയും ഇല്ലാതെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അതാണ് അള്ളാഹുവിന് ഖുദ്റത്ത്, അള്ളാഹു ഖദീറാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. അള്ളാഹ്ക്ക് യാതൊരു ശക്തി കുറവും ഉണ്ടായിട്ടില്ല ഇവയെ പഠിച്ചപ്പോൾ. അള്ളാഹു ഖദീറാണ്. അതേപോലെ തന്നെ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാ വസ്തുക്കളെയും വലയം ചെയ്ത് നിൽക്കുന്നു. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും വലയം ചെയ്ത് നിൽക്കുന്നു? അള്ളാഹു അവന്റെ ദാത്ത് കൊണ്ട് അവന്റെ അർശിന് മുകളിലാണ്. നമുക്കറിയാം, പടച്ച തമ്പുരാൻ അവന്റെ അർശിന് മുകളിൽ ഇസ്തിവായിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഇഹാത്തത്ത്, വലയം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ ദാത്ത് കൊണ്ട് നമ്മളുള്ളടത്തൊക്കെ ഉണ്ട് എന്നർത്ഥം അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അറിവിനാലാണ് അള്ളാഹുവിന്റെ ഇഹാത്തത്ത്. അപ്പൊ അള്ളാഹു അവന്റെ ദാത്ത് കൊണ്ട് അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അവൻ അർശിന് മുകളിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമു കൊണ്ടാണ് നമ്മളോടൊപ്പം, നമ്മളെ വലയം ചെയ്തും, നമ്മളെ അള്ളാഹുവിന്റെ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും കഴിവ് കൊണ്ടുമൊക്കെ നമ്മളെ അറിഞ്ഞും കേട്ടും നമ്മളോടൊപ്പം ഉള്ളത്. ഇത് നമുക്ക് ഇത്തരം ആയാത്തുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അള്ളാഹുക്ക് ഇൽമ് എന്നുള്ള സിഫത്തിനെയും ഖുദ്റത്ത് എന്നുള്ളതായ സിഫത്തിനെയും ഈ ആയത്ത് സ്ഥിരീകരിക്കുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അഖീദത്തുൽ വാസിത്തിയയിൽ അള്ളാഹുവിന് സിഫാത്തുകളെ, വിശേഷണങ്ങളെ സ്ഥിരീകരിച്ചും നിഷേധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ വിഷയത്തിൽ തെളിവ് ഉദ്ധരിക്കുകയാണ്. അതിലൊരു അടുത്ത ആയത്ത്, ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ഹുവർ റസ്സാഖ്, അല്ലാഹു ആകുന്നു റസ്സാഖ്. റാസിഖ് എന്നുള്ളതിന്റെ അല്ലെങ്കിൽ റിസ്ഖിൽ നിന്നുള്ള സീഗത്തുൽ മുബാലഗയാണ് റസ്സാഖ്. റസ്സാഖ് എന്ന് പറഞ്ഞാൽ റിസ്ക്
നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. റാസിഖ് എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകുന്നവൻ. റിസ്ക് നൽകുക എന്നുള്ളതിന് റസ്ഖ് എന്ന് പറയും. നൽകപ്പെടുന്നതായ റിസ്കിന്, ഉപജീവനത്തിന് റിസ്ക് എന്ന് പറയും. നൽകുന്ന അനുഗ്രഹദാതാവായ അള്ളാഹുവിന് റാസിഖ് എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കും നോക്കാതെ ഉപജീവനം നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസ്സാഖാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം ഉപകാരപ്പെടുത്തുന്നതൊക്കെ റിസ്ക്കാണ്. മനുഷ്യ ശരീരത്തിന് ഉപകാരപ്രദമായതെല്ലാം റിസ്ക്കാണ്. അള്ളാഹുവിന്റെ റിസ്ക് മൊത്തത്തിൽ അള്ളാഹു കനിഞ്ഞിട്ടുണ്ട്. അതിന് റിസ്ക് ആം എന്ന് പറയും. പൊതുവായിട്ടുള്ള അള്ളാഹുവിന്റെ ഉപജീവനം അത് അള്ളാഹു അവന് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒക്കെ ഒരുപോലെ പ്രദാനം ചെയ്യുന്നതായ റിസ്ക്കാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ റിസ്ക് ഖാസ് ഉണ്ട്, പ്രത്യേകമായ റിസ്ക്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് നൽകുന്നതായ റിസ്ക്കാണ്. ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ്, അതുപോലെ അമലുൻ സാലിഹ്, സൽപ്രവൃത്തി, അതേപോലെ തന്നെ റിസ്കുൻ ഹലാൽ, ഹലാലായ അനുവദനീയമായ ഭക്ഷണം. മനസ്സിലല്ലേ? അള്ളാന്റെ റിസ്ക് പറഞ്ഞാൽ അതിൽ ഹറാമായ റിസ്കും ഉണ്ട്, ഹലാലായ റിസ്കും ഉണ്ട്. അള്ളാഹു ഹലാലായ റിസ്ക് നൽകലായിരിക്കാണ് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. അള്ളാന്റെ റിസ്കിൽ തന്നെ ഹറാമായതുണ്ട്, അത് അള്ളാഹുവിന്റെ വഴിപ്പെടാത്തവർ റിസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ റിസ്ക് ഖാസ്, പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന്റെ റിസ്ക്, അത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് സൽപ്രവൃത്തികളായി, ഉപകാരപ്രദമായ ജ്ഞാനമായി, ഹലാലായ ഭക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് റസ്സാഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി ഉപജീവനം നൽകുന്നവനാണ്. അള്ളാഹു ഉപജീവനം നൽകുന്നവർ ഏറെയാണ്. ആ അർത്ഥത്തിലാണ് റസ്സാഖ് എന്ന് പ്രയോഗിക്കുന്നത്. ധാരാളം ഉപജീവനം നൽകുന്നവൻ. ഉപജീവനം ആർക്കൊക്കെ നൽകുന്നു അവരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് അർ റസ്സാഖ് എന്നുള്ള സീഗത്തുൽ മുബാലഗ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഈ ഭൂമിയിൽ ഒരു ജന്തുവില്ല, ജീവജാലമല്ല, ഇല്ല അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ ഉപജീവനം അള്ളാഹുവിന്റെ മേൽ അള്ളാഹു ഒരു ബാധ്യത എന്നോണം ഏറ്റെടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കുള്ള റിസ്ക് അള്ളാഹു ബാധ്യതയായിട്ടുണ്ട്. വഫിസ് സമാഇ റിസ്ഖുകും, ആകാശത്തിലാകുന്നു നിങ്ങൾക്കുള്ള ഉപജീവനം റിസ്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവർക്കും റിസ്ക് അത് അള്ളാഹുവിങ്കലുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള റിസ്ക് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള അനുഗ്രഹവും ഔദാര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധയായി, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മഹദിയായി, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന പുണ്യവതിയായി കഴിഞ്ഞുകൂടുമ്പോൾ കുല്ലമാ ദഖല അലൈഹാ സകരിയ്യൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംരക്ഷണം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കായിരുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ മിഹ്റാബിൽ, അവർ ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖാ, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ റിസ്ക് കാണുകയാണ്, ഭക്ഷണം കാണുകയാണ്. അതും അത്ഭുതകരമായ വിധം ഉള്ള ഭക്ഷണം. അപ്പൊ ചോദിക്കുകയാണ്, യാ മറിയം അന്നാ ലകി ഹാദാ, മറിയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഭക്ഷണം? ഖാലത്ത്, അപ്പൊ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതായ റിസ്കാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നു. ബിഗൈരി ഹിസാബ്,
യാതൊരു കണക്കുമില്ലാതെ എന്ന് പറയുകയുണ്ടായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റസ്സാഖാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി റിസ്ക് നൽകുന്നു, ധാരാളം പേർക്ക് റിസ്ക് നൽകുന്നു. അപ്പോൾ അള്ളാഹുവിന് റസ്സാഖ് എന്നുള്ള നാമകരണമുണ്ട്, റിസ്ക് നൽകുന്നവൻ എന്നുള്ള സിഫത്തുമുണ്ട്. ആ സിഫത്തിനെ ഇസ്ബാത്ത് ചെയ്യുന്നതിന് വേണ്ടി, സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവിടെ നൽകിയത്. അതേപോലെ തന്നെ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു ദുൽ ഖുവ്വയാണ്. ദുൽ ഖുവ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഖുവ്വത്തുള്ളവൻ എന്നാണ് അർത്ഥം. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ദുർബലതയില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. യാതൊരു ദുർബലതയില്ലാതെ, ദുഅഫില്ലാതെ ഒരു പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുക, അങ്ങനെ ഉള്ളതിന് പറയുന്ന ഒരു സിഫത്താണ് ഖുവ്വത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽ ഖുവ്വയാണ്, ഖുവ്വത്തുള്ളവനാണ്. അത് അള്ളാഹുവിന് സിഫത്ത്, ഖുവ്വത്തുള്ളവൻ എന്നുള്ള സിഫത്തിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതെടുത്തു ധരിച്ചത്. അതേപോലെ തന്നെ അൽ മതീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മതീനാണ്. മതീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പദാർത്ഥം ഷദീദ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷദീദുൻ ഫീ ഖുവ്വതിഹി ഷദീദുൻ ഫീ ഇസ്സതിഹി ഷദീദുൻ ഫീ ജമീ സിഫാത്തിൽ ജബറൂത്ത്. അള്ളാഹുവിന്റെ പ്രതാപത്തിൽ, അതേപോലെ അള്ളാഹുവിന്റെ കഴിവിൽ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷദീദാണ്, ശക്തമാണ്. കുറവില്ല, ന്യൂനതയില്ലാത്ത വിധം സമ്പൂർണമായിട്ടുള്ള കഴിവും ശക്തിയുമാണ്. ആ അർത്ഥത്തിലാണ് ബലവത്തായത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അൽ മതീൻ എന്ന് അള്ളാഹുവിന് നാമകരണം വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ മതീൻ എന്നുള്ളതായ സിഫത്ത് ഇവിടെ പിന്നെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. മനസ്സിലായല്ലോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ആയത്തിൽ അള്ളാഹു റസ്സാഖാണ്, അള്ളാഹു മതീനാണ്, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽ ഖുവ്വയുമാണ് എന്ന് പിന്നെ ഈ ആയത്ത് കൊണ്ട് അള്ളാഹുള്ള സിഫാത്തുകൾ സ്ഥിരപ്പെടുകയാണ്. അതേപോലെ തന്നെ വഖൗലി ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ അലീം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. നമുക്ക് മുമ്പ് ആണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വഹുവ സമീഉൽ അലീം, വഹുവ സമീഉൽ ബസീർ. അള്ളാഹു അസ്സമീഅാണ്, അള്ളാഹു അൽ ബസീറാണ്. അത് നമ്മൾ മുമ്പ് പിന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് സമ, കേൾവി, ബസർ, കാഴ്ച എന്നീ സിഫത്തുകളുണ്ട്. അള്ളാഹ്ക്ക് അസ്സമീഅ് അൽ ബസീർ എന്ന നാമകരണമുണ്ട്. അള്ളാഹുവിന്റെ സമയിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളുടെ സമയ പോലെയല്ല, അള്ളാഹുവിന്റെ ബസറിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളുടെ ബസർ പോലെയല്ല. അടുത്തത് അകന്നത് വ്യത്യാസമില്ലാതെ, ചെറുത് വലുത് വ്യത്യാസമില്ലാതെ, ഇന്നലെ ഇന്ന് നാളെ തുടങ്ങിയ വ്യത്യാസമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം കേൾക്കുന്നവൻ, സസൂക്ഷ്മം കാണുന്നവൻ. അള്ളാഹുവിന്റെ പൂർണ്ണത അനുയോജ്യമാം വിധം അള്ളാഹുവിന് ആ സിഫാത്തുകളുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ഇവിടെ ആ ഉദാഹരണം, ഈ വചനം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പിന്നെ നൽകിയത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സമഅ്, ബസർ എന്നുള്ള സിഫാത്തുകളെ സ്ഥാപിക്കുന്ന മറ്റൊരു വചനം ഷൈഖുൽ ഇസ്ലാം തുടർന്ന് നൽകുന്നു. ഇന്നല്ലാഹ നിഅമ്മ യഈദുകും ബി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, നിഅമ്മ യഈദുകും ബി, നിങ്ങളെ ഉപദേശിക്കുന്നത് എത്ര നല്ല കാര്യങ്ങളാകുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു കാന സമീഅൻ ബസീറ, അള്ളാഹു സസൂക്ഷ്മം കാണുന്നവനും സസൂക്ഷ്മം കേൾക്കുന്നവനുമാകുന്നു. ഇവിടെ ഈ ആയത്ത് സൂറത്ത് നിസായിലെ 57-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ നിഅമ്മ യഈദുകും എന്നുള്ളത് ആയത്തിന്റെ അവസാന ഭാഗമാണ്. തുടക്കം ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅ്മുറുകും, നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ, അനാമത്തുകൾ അല്ലെങ്കിൽ അമാനത്തുകൾ അതിന്റെ അർഹരിലേക്ക് എത്തിക്കണം, ഏൽപ്പിക്കണം എന്ന്. വഇദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധിക്കുകയായാൽ,
അൻതഹ്കുമു ബിൽ അദ്ൽ, നീതിപൂർവ്വം നിങ്ങൾ വിധിക്കണം എന്നും നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ നിഅമ്മ യഈദുകും ബി, അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്നത് എത്ര നല്ലതായിരിക്കുന്നു. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു കാന സമീഅൻ ബസീറ, അല്ലാഹു സമീഅാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബസീറ. ഇവിടെ അല്ലാഹുവിന് സമഅ്, ബസർ എന്നീ സിഫത്തുകളുണ്ട്. മുമ്പ് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ അതേ സിഫത്തുകൾ. മനസ്സിലായി? ഇത് സ്ഥിരീകരിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഈ ഉദാഹരണം ഇവിടെ ഈ ആയത്ത് ഇവിടെ തുടർന്ന് ഉദ്ധരിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പൊ അല്ലാഹുവിന് ഇൽമ്, അതേപോലെ തന്നെ സമഅ്, ബസർ തുടങ്ങിയതായ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്നതിനുള്ള ഏതാനും ആയാത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഇവിടെ നൽകുകയുണ്ടായത്. ഇനി അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഉദാഹരണങ്ങളും മറ്റുമാണ് തുടർത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നത്. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആ ഭാഗം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ ഇറാദത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മശീഅത്ത് പിന്നെ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇനി അടുത്ത ആയാത്തുകൾ വരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തുകൾ എന്ത്, അവയുടെ തേട്ടമെന്ത്, അതിൽ അള്ളാഹുവിന് സ്ഥിരീകരിക്കപ്പെടുന്നതായ സിഫാത്തുകൾ എന്ത് എന്നുള്ള ഭാഗം തുടർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ, ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹഖ് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ അഹ്ലുകാരിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.